കണ്ണുകളടച്ച് കൈകൾ കൂപ്പിയിരിക്കുക. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ടിരിക്കുക. വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കിട്ടിയില്ല എങ്കിലും ദർശനത്തിൽ അത് വരുന്നുണ്ട്. അവരെ കർത്താവ് പരിഗണിക്കുന്നു എന്നുള്ളതും അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾ നിത്യതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൻ്റെ വിശ്വാസത്തെ ക്രമീകരിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം കർത്താവ് നിനക്ക് ചേർത്ത് നൽകുമെന്ന് ഈശോ പറഞ്ഞത്. ബാക്കിയെല്ലാം ചേർത്ത് നൽകാം. കണ്ണുകളെ കർത്താവ് കാണിച്ചിരുന്നുണ്ട്. വലത് കണ്ണിനെ ഇരുട്ട് കയറിയവരും കണ്ണടഞ്ഞു പോകുന്നവരും കണ്ണിൻ്റെ പിരികി വെക്കുക അറിയാതെ വന്ന് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന കണ്ണിങ്ങനെ ചിമ്മി നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ കർത്താവ് സ്പർശിച്ചതായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നവർ, രണ്ട് ചെവിയിൽ എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്ന ജോലി ചെയ്യുന്നുണ്ട്. ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ, അത് ജോലിയാണ്. പക്ഷേ അത് ജോലിയാണെങ്കിലും അതിൻ്റെ പേരിൽ അവർക്ക് ഒത്തിരിയേറെ സമ്മർദ്ദങ്ങൾ വന്നവരെ കാണിക്കുന്നുണ്ട്. കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന രാജപ്പനാറൊക്കെ ചേർത്തിട്ടാണ് ഒരു പേര് വരുന്നത്. പൊക്കമുള്ള ഒരു മനുഷ്യന് കർത്താവ് എടുത്തു കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അത് തന്നെ ഇടത് ചെവിയുടെ താഴെയുള്ള മസിലല്ല, നമ്മുടെ തോളിൻ്റെ മസിലേയും ചതഞ്ഞ ഒരു ആക്ഷൻ ഇല്ലാത്തവർ, അതിൻ്റെ മൂലം കൈ പൊക്കാൻ പറ്റാത്തവരെ കർത്താവ് ആശീർവദിക്കുന്നുണ്ട്. സമയത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരെ ഇനി 8 ദിവസമേ ഉള്ളല്ലോ എന്നാണ് പറയണത്. 8 എഴുതി കർത്താവ് കാണിക്കുന്ന ടൈം പീസ് കുറേ സംഭവങ്ങൾ. അത് ഇനി 8 ഉള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. എസ് എന്ന് അക്ഷരം തുടങ്ങുന്ന വ്യക്തികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ഈ മെസ്സേജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാക്ഷ്യം പറയാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ വലത് കവളിൻ്റെ നേരത്തെ പറഞ്ഞത് ഇടത് ചെവിയുടെ താഴെയാണ്. ഇപ്പോൾ പറയുന്നത് വലത് കവള്, അതായത് വലത് ചെവിയുടെ താഴെയുള്ള കവളിന് ആവശ്യമില്ലാത്ത നമുക്ക് അസാധാരണമായ വീക്കമോ മുഴയോ കാണുന്നവരെ ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുന്നു. ശ്രുതികട ഹല്ലേലൂയ. അതുപോലെ ഈ ചൊറിച്ചിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ചില ഭാഗങ്ങളെ ഇപ്പം ചെവിയുടെ താഴെയാണോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ കക്ഷം ഇതുപോലെയുള്ള ആംഗിൾസിലെ ചെവി, അതായത് ഒരു ശരീരത്തിൻ്റെ ഭാഗത്തോട് വേറെ ഒരു ശരീരം വന്ന് ചേരുന്ന ഭാഗമില്ലേ, ശരീരഭാഗം വരുന്ന ആംഗിൾസ്, ശരീരത്തിൻ്റെ ആംഗിൾസിൽ ചൊറിച്ചിലുള്ളവർ, മാറാത്ത കടിയും ചൊറിച്ചിലും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഇതിന് കറുത്ത് കരിവാളിച്ചു പോയ കുറേ ഭാഗങ്ങൾ കാണുന്നുണ്ട്. സെല്ലെല്ലാം നഷ്ടപ്പെട്ടു, കോശങ്ങളെല്ലാം മരവിച്ചു, അതിൻ്റെ സൗഷ്ഠവും ഭംഗിയൊക്കെ പോയിട്ട് അത് മരവിച്ചു പോയ കോശങ്ങളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു സാക്ഷ്യമായിട്ട് വരും. അത് മരവിച്ചു പോയ കോശങ്ങളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളെ, കുരുക്കൾ പോലെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ വയറ്റിൽ മുന്തിരിക്കുല എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളില്ലേ, അതുപോലെ തന്നെ കോശങ്ങളിൽ കുരുക്കൾ വന്ന് കിടക്കുന്നത്. കുറേ തരം കുരുക്കൾ, ഇങ്ങനെ ചെറിയ മുത്ത് പോലെയുള്ള കുരുക്കൾ വന്ന രോഗങ്ങൾ, ഉദര രോഗങ്ങളുണ്ടാകും, നെഞ്ചിലുണ്ടാകും, പല സ്ഥലങ്ങളിൽ ഇതുപോലെ രോഗങ്ങളുണ്ടാകും. കർത്താവ് ആ വ്യക്തികളെ സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു പൂമൊട്ടിൻ്റെ വലിപ്പത്തിൽ ഒന്തി നിൽക്കുന്ന സിസ്റ്റുകളെ കർത്താവ്, അതിൻ്റെ ക്യാൻസർ പോലും ആകാൻ സാധ്യതയുള്ളതാണത്, കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സന്ദേശമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. മക്കളെ, തൊഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തൊഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, അതായത് ചില ആൾക്കാരുടെ തൊഴിൽ മുട്ടിപ്പോയില്ലേ, പ്രാർത്ഥനയിൽ വന്നപ്പോൾ നമ്മൾ കടകളും കമ്പോളങ്ങളൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ തൊഴിലെന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ, ഇപ്പം എഞ്ചിനീയറിംഗ് മെക്കാനിസമൊക്കെ എടുത്ത ആൾക്കാർക്ക് തൊഴിൽ കൂടുതലില്ലല്ലോ.
അപ്പോൾ അതുപോലെയുള്ള തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നു, അവരൊത്തിരി പഠിച്ചു നിൽക്കുന്നു, പക്ഷെ അവർക്ക് പറ്റിയ തൊഴിൽ കിട്ടണില്ല, അങ്ങനെയൊക്കെ വേദനിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. മക്കളെ, വീട് സ്ഥലവുമില്ലാത്തവർ നേരത്തെ പ്രാർത്ഥിച്ചായിരുന്നു, പക്ഷേ വീടുമില്ല സ്ഥലവുമില്ല, അങ്ങനെയുള്ള ഒരാൾക്കാരുണ്ട്. വീട് പൊളിഞ്ഞതാണ്. പിന്നെ തന്നെ അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വന്നില്ലേ, അപ്പോൾ നമുക്ക് 45 പ്രാവശ്യമാണ് 45 ദിവസത്തിനുള്ളിൽ 15 ന്യൂനമർദ്ദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഭൂമിയും കാലാവസ്ഥയും വിട്ടു പോണ പോലെ ഇത് വലിയ പ്രാർത്ഥനയുടെ വിഷയമാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓഫീസും തുറന്നുകൊണ്ട് ഭൗമ ഉച്ചകോടിയിൽ സാഹിബന്മാർ വലിയ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇതൊരു വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞ് എല്ലാ കൺട്രിയിലും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഓഫീസുണ്ട്. എന്താ ചെയ്യണത്? കടലിൽ പോരെന്ന് വിളിച്ച് പറയും കൂടുതൽ പോയാൽ. അല്ലാതെ ക്ലൈമറ്റ് ചേഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സബ്ജക്റ്റാണത്. 1992 ഭൗമ ഉച്ചകോടിയിലാണ് ആദ്യം വന്നത് ഈ വിഷയം. മരമൊന്നും വിട്ടെടുത്ത് ഭൂമിക്കറി കൂടെ എന്ന് പറഞ്ഞപ്പോൾ ആമസോൺകാർ തന്നെ ആദ്യം കയറി മരമെല്ലാം വെട്ടി. ബ്രസീലുകാർ അവരെന്താന്നിട്ട് പറഞ്ഞത്? ആമസോൺ സിനഡ് കഴിഞ്ഞപ്പോൾ ആദ്യം മരം വെട്ടിയത് ബ്രസീലുകാർ, ആമസോൺകാരാണ്. എന്താ അവർ പറഞ്ഞത്? ഞങ്ങൾക്ക് കൃഷി ഇടമില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? മരമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നിങ്ങൾ അവിടെ UNI പോലും തീരുമാനം എടുത്തൊരു കാര്യമില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, അതുകൊണ്ട് കാശ് തന്നാൽ മരം ഞങ്ങൾ നിലനിർത്താം, അല്ലെങ്കിൽ വെട്ടി ദൂരക്കളയെന്ന് പറഞ്ഞു. അപ്പോൾ അത് അതാണ് ബ്രസീലിൻ്റെ നയമാണ്. അവർ കാടുള്ളവരൊക്കെ സൂക്ഷിച്ചോ, ഞങ്ങളെല്ലാം അത് ബാക്കിയുള്ളവരാരും അവരെല്ലാം അത് അവരുടെ തൊഴിൽ സങ്കേതങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ സൊല്യൂഷൻസ് ഇതാണ്. എല്ലാ രക്ഷയിലും ശിക്ഷ ഉണ്ടാകും, എല്ലാ രക്ഷയിലും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നവംബർ മാസത്തിൽ എങ്ങനെയാണ് മഴ പെയ്യണത്? ഞാൻ മഴ കണ്ടിട്ട് പേടിച്ചു പോയി. നമ്മളൊരു 10,000 കുടം എടുത്തിട്ട് ഒരു സ്ഥലത്തേട്ട് കുളിച്ചാൽ എങ്ങനെ ഇരിക്കും? കുടം കമത്തി ഒഴുക്കണ പോലെയാണ് മഴ പെയ്യണത്. അപ്പോൾ ഇങ്ങനെയൊന്നുള്ള ഇത്തരം മഴ നമ്മൾ കണ്ടിട്ടില്ല പണ്ട്. അപ്പോൾ കയ്യിൽ നിന്ന് വിട്ട കളിയായി മാറുന്ന. അപ്പോൾ അതിൻ്റെ പേരിൽ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാകാം. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് ആയാൽ എന്ത് ചെയ്യും? ക്ലൈമറ്റ് ചേഞ്ച് ആകണേ എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ചൂടാകണ അറബിക്കടലാണ്. നമ്മുടെ കടലാണ് ഏറ്റവും കൂടുതൽ ചൂടാകണത്. ഭൂമധ്യരേഖ കൂടി ഉണ്ടാകുക കാരണം ഈ പ്രദേശത്ത് കൂടുതൽ മഴ പെയ്യുകയാണ്. നമുക്ക് സെക്രട്ടേറിയറ്റിൽ പോയി സമരം എടുത്ത് ഭൂമധ്യരേഖ മാറ്റാൻ പറ്റുക? അപ്പോൾ നേരെ സൂര്യൻ വീഴുന്ന സ്ഥലത്ത് കൂടുതൽ ഇനിയുള്ള കാലങ്ങളിൽ കടൽ കൂടുതൽ ചൂടാകും. പണ്ടത്തതല്ല, ഇപ്പോഴത്തെ പുതിയ കടൽ ചൂടാകുന്ന രീതിയിൽ, കടലിൻ്റെ ചൂട് അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഓസോൺ പാളി അതിൻ്റെ ദൂരം എന്നൊക്കെ അൾട്രാ വയലറ്റ് നേരെ വീഴുന്നു, അതുകൊണ്ട് കടൽ ചൂടാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇത് കൊച്ചു വിഷയമൊന്നുമല്ലല്ലോ, ഇത് ആഗോള വിഷയമല്ല, പ്രാപഞ്ചിക സബ്ജക്റ്റാണ്, കോസ്മിക് പ്രോബ്ലമാണ്. അല്ലാതെ നമ്മുടെ ഒരു ഫാമിലി പ്രോബ്ലമല്ല, കോസ്മിക് പ്രോബ്ലമാണിത്. ഇതിനെ കൈകാര്യം ചെയ്യാൻ ശാസ്ത്രത്തിനും പറ്റത്തില്ല. കടൽ ചൂടാകുന്നതനുസരിച്ച് ന്യൂനമർദ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് എന്താണ്? എന്തായാലും ഒലിച്ചുപോയ ആൾക്കാരെ കാണാൻ കൂടിയില്ല. ഇപ്പം പെട്ടെന്നല്ലേ സംഭവം ഉണ്ടായത്. എനിക്ക് ഏറ്റവും വലിയ മനുഷ്യൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ഇതിന് ദൈവത്തിന് മാത്രമേ. അതുകൊണ്ടാണ് ഈ ആരാധന വെക്കുമ്പോൾ എൻ്റെ മക്കളിപ്പോൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു അച്ഛനുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും കടലോരത്താണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. കടൽ കയറുമ്പോഴും അതിനുവേണ്ടി ഹൈക്കോടതി വരെ പോയി കേസൊക്കെ നടത്തി. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നടത്തണമുണ്ടായിരുന്നു. 2 കേസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. കടൽ കയറിയതിന് ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാത്തപ്പോൾ റോഡിന് ഉപരോധിച്ചതിൻ്റെ പേര് 2 കേസുണ്ട്. നാളെ ഉണ്ട് കേസ്. ഇപ്പോൾ നാളെ രാവിലെ ഞാനില്ല, കേസിന് പോകണം. ജനങ്ങൾക്ക് വേണ്ടി നിന്നതിൻ്റെ പേരിലാണ്.
അപ്പോൾ ഇതുപോലെയുള്ള കേസ് നാളെ ഉച്ചവരെ അച്ഛൻ ഇല്ലാതെ ഉള്ളൂ, ഉച്ച കഴിഞ്ഞാൽ ഉടനെ വരൂ. ഇപ്പോഴത്തെ ഒരു രീതി അറിയാമല്ലോ, തിങ്കളാഴ്ച അച്ഛനുള്ള ദിവസം ഏതാണ്? തിങ്കളാഴ്ച, ബുധനാഴ്ച, പിന്നെ വെള്ളി, ശനി, 4 ദിവസങ്ങളിലേ ഫുൾ ടൈം ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും എടുക്കും. ഉടമ്പടി 1 പുതുക്കിയവരെ, 2 പുതുക്കിയവരെ, 3 പുതുക്കിയവരെ, 4 പുതുക്കിയവരെ മാക്സിമം എടുക്കും. 100-120 പേര് വരെ എടുത്തുമ്പോൾ കാലിൽ ഇങ്ങനെ നീര് ഇങ്ങനെ വരും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് 10 കൊല്ലമായിട്ട് കിഡ്നി പ്രോബ്ലം ഉള്ള ആളാണ്. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുക ഇല്ല, ഞാൻ എൻ്റെ 24 മണിക്കൂർ വർക്കാണ്. എന്താ കാര്യം? കർത്താവിൽ ആശ്രയിച്ച് ഞാൻ അമ്മയോട് പറയും, അമ്മയുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയും. ദൈവത്തെ ആവശ്യമില്ലാത്തൊരു കാര്യം നിർബന്ധിക്കത്തില്ല. എനിക്ക് പക്ഷേ ആന്തരിക അഭിഷേകം തന്ന് എൻ്റെ ഒരു അത്രയും ക്രിയേറ്റീവ് വേറെ ആൾക്കാരുള്ളതാണെങ്കിൽ ഒരു വർക്കും ചെയ്തില്ല അവർ. പക്ഷേ എനിക്ക് ആന്തരിക അഭിഷേകം കർത്താവ് തന്ന്. ആന്തരിക അഭിഷേകം 1 കൊല്ലമല്ല, 10 കൊല്ലമല്ല. ഇന്ന് ഒരു 10 കൊല്ലം മുമ്പാണ് ഡയഗ്നോസ് ചെയ്തത്. ഇതൊന്നും വിഷയമല്ല മക്കളെ. ഇതിന് രോഗത്തിന് 2 സൗഖ്യം കിട്ടും നമുക്ക്. ഒന്ന്, രോഗം തന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തും. മറ്റൊരു രോഗത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആന്തരിക അഭിഷേകം തരും. ആന്തരിക അഭിഷേകം തന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ കാലങ്ങളിലാണ് എൻ്റെ വർക്കുകളെല്ലാം ഞാൻ ചെയ്തത്. 1000 പേജുള്ള ആത്മകഥ എല്ലാം എഴുതിയത് ഈ കാലത്താണ്. ഇക്കാലത്ത് കുറേ അധികം വർക്കുകൾ ചെയ്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊന്നും രോഗമൊന്നും നമ്മളെ ബാധിക്കത്തില്ല, വേർപെടുത്തത്തില്ല. കാര്യം അതിനൊരു ആന്തരിക. അപ്പം നിങ്ങളെ പ്രാർത്ഥിക്കുന്നവർ ഉടമ്പടി 2 കാര്യങ്ങൾ സംഭവിക്കും മക്കളെ. ചില കാര്യങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആന്തരിക അഭിഷേകമാണ്. ഇപ്പം അമ്മയോട് അമ്മയുടെ തന്നെ കാര്യം തന്നെ എന്ത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സത്രത്തിൽ അവർക്കിപ്പോൾ 2:7 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:7 എന്താണ്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം ചാണാക്കുഴിയെ പെറ്റുകിടക്കുന്നതും അതാ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഔസേപ്പിതാവും മാതാവും ബെത്ലഹേമിൽ പരാജയപ്പെടുകയാണ്. എന്താ കാര്യം? പണമുള്ളവരെല്ലാം കയറി ഓരോരോ അവിടെ വന്ന ടൂറിസ്റ്റുകളെല്ലാം എല്ലാ വീടുകളിലും കയറി താമസിച്ചു. ഇവർക്ക് അത്രയും കാശില്ലാത്തത് കൊണ്ട് അവർ ചാണാക്കുഴി കിടക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്ത് സംഭവിച്ചൊന്നുമല്ല. അത് എങ്ങനെയാണ് അവർ ഫീൽ ചെയ്തത്? അമ്മയ്ക്കത് ഫീൽ ചെയ്തില്ല. എന്താണ്? അമ്മ രാത്രി പെറ്റതറിഞ്ഞ് അട്ടടയന്മാർ വരുമ്പോൾ അവർ വന്നിട്ട് പോകുമ്പോൾ പെറ്റതറിയാൻ വേണ്ടി വരികണേ. അമ്മയുടെ അനിയത്തിയൊന്നുമല്ല വരണത്. ആരാ വരുന്നത്? ആട്ടിടയന്മാരാ വരുന്നത്. ആൻറ്റിമാരും ബന്ധുക്കളൊന്നുമല്ല വരുന്നത്. ആട്ടിടയന്മാർ, ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. അവർ വന്ന് നോക്കി നിന്നിട്ടും പോകുമ്പോഴേ എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന്. ആരാണ്? നടന്ന എല്ലാ വിഷയങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ ആരാണ്? ദൈവത്തിന് കൊടുത്തു എന്ന്. അപ്പം ചില കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കാനാണ്. ചിലപ്പോൾ അതിന് ചിലപ്പോൾ ദൈവത്തിന് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ദൈവം നമുക്ക് തരുകയും തരാതിരിക്കണതൊന്നും നമ്മുടെ സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ വിഷയമല്ല. ഇതാണ് ഉടമ്പടി ജ്ഞാനമാർഗം എന്ന് പറയണത്. ഉടമ്പടിയിലൊരു ജ്ഞാനമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്, അതിൻ്റെ പ്രാർത്ഥന. കർമ്മമാർഗമുണ്ട്, നമ്മൾ കൊടുക്കുന്ന പത്രം കൊടുക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും അതിൻ്റെ കർമ്മമാർഗം. ജ്ഞാനമാർഗം എന്ന് പറയുന്നത് ഉടമ്പടിയിൽ നടക്കാൻ വൈകുന്ന വിഷയങ്ങളെ ഓർത്ത് ആവശ്യമില്ലാതെ ഉത്കണ്ഠപ്പെടാതിരിക്കുന്നതാണ്. ദൈവത്തിന് കൊടുത്തുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുന്നതാണ് ഉടമ്പടിയിലെ ജ്ഞാനമാർഗം. ഇത് കംപ്ലീറ്റ് പ്രെയറാണിത്, കംപ്ലീറ്റ് പ്രോജക്റ്റാണ് ദൈവത്തിൻ്റെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടിക്ക് ഒത്ത് വളർന്നു വരുമ്പോൾ ഇവിടെ മാത്രമല്ല, നിത്യതയിലും മനുഷ്യൻ വളരും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധന വലിയ പ്രബോധനങ്ങളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഏറ്റവും പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാലാവസ്ഥ വ്യതിയാനത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഭൂമിയിലെ രാജ്യങ്ങൾക്കോ ശാസ്ത്രങ്ങൾക്കോ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ വ്യതിയാനത്തെ
ഭൂമിയുടെ താപത്തെ, കടൽ വെള്ളം ചൂടാകുന്ന അവസ്ഥകളെ, അത് ന്യൂനമർദ്ദമായി മാറുന്ന അവസ്ഥകളെ, അത് വെള്ളപ്പൊക്കമായി മാറുന്ന അവസ്ഥകളെ, മനുഷ്യന്റെ ജീവനം സ്വത്വം അപഹരിക്കുന്ന പ്രകൃതിയുടെ അവസ്ഥകളെ, ഈശോയെ, ലോകത്തെ സൃഷ്ടിച്ചവനെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെ, നിന്റെ തിരുസന്നിധിയിലെ പ്രപഞ്ചമാതാവായ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിലെ സുനാമി ഉണ്ടാകാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയ മാതാവിന്റെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ സമാധാനത്തിന് വേണ്ടി, അത് മനുഷ്യന് ജീവജാലങ്ങൾക്ക് അനുകൂലമായി ശാന്തമാകാൻ വേണ്ടി കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ കരങ്ങള് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മേൽ ഇപ്പോൾ ഉയർത്തണമേ, ഇപ്പോൾ ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധമ്മേ, പ്രകൃതിയുടെ അമ്മേ, പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. യേശുവിന്റെ നാമത്തിലെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ ദൈവം സൃഷ്ടിച്ചവ ദൈവം തന്നെ ഈ നിമിഷം മനുഷ്യന്റെ പ്രാർത്ഥനകളാലെ വിശ്വാസത്താലെ ക്രമീകരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിനെ അനുഭവിക്കുക മക്കളെ. അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഹിന്ദി ഭജൻ പാടാവുന്നതാണ്. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവ് നിന്നെ സ്പർശിക്കുന്ന വലിയൊരു സമയത്തേക്കാണ്. ശാരീരിക ആന്തരിക അവയവങ്ങളുള്ളവർ, രോഗമുള്ളവരവിടെ സ്പർശിക്കേണ്ടതാണ്. കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. തൊണ്ടയിലും മുഴ കാണുന്നതും കറുത്ത നിറം കാണുന്നുണ്ട്. സ്കാൻ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ശരീരത്തിലെ സെല്ലുകൾ മരിച്ചു പോയ പോലെ കറുത്ത നിറം കാണുന്ന സ്ഥലങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഇപ്പോഴും ശാരീരിക രോഗമുള്ള ഇടങ്ങളിലെല്ലാം നിനക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. തൊട്ടുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലാവുന്നതാണ്. കർത്താവ് ഈ സമയത്ത് നിന്നെ സ്പർശിക്കും. മക്കളെ, ഇപ്പോൾ ശുക്ലമില്ലാത്ത ഒരു വ്യക്തി, അതായത് ദാമ്പത്യ ധർമ്മം നിർവഹിക്കാൻ ശാരീരിക ബലഹീനതയുള്ള ഒരു പുരുഷനെ കർത്താവ് സ്പർശിച്ച ഒരു പുരുഷനാണെന്ന് അറിയത്തില്ല. ആ മേഖലയിൽ പ്രയാസമുള്ള എല്ലാ മക്കളെയും കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, മക്കളില്ലാത്തവരെ സ്പർശിക്കുന്ന നന്ദി പറയുന്നു. മക്കളില്ലാത്തവരുടെ കൂട്ടത്തിൽ തന്നെ പുരുഷന്മാർക്ക് കർത്താവ് ദാമ്പത്യ ധർമ്മം നിർവഹിക്കാനുള്ള കഴിവില്ലാത്ത, ശാരീരികമായ കഴിവില്ലാത്തവർ, അതിൻ്റെ പേരിൽ മാനസികമായ സങ്കടവും വേദനയും വിഷമവും കുടുംബത്തകർച്ച അനുഭവിക്കുന്ന മക്കളെ കർത്താവെ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശു ദേവാ, കർത്താവേ നീ കടന്നു വരേണമേ. ദർശൻ ദേദോ തുമാര, കർത്താവേ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് നൽകണമേ. തുമക്കോ ജഗിക്ക് ജീവൻ ദാതാ, കർത്താവേ ലോകത്തിന് ജീവൻ നൽകുന്നവനെ, സുനലോ മേരി പുക്കാർ, ഞങ്ങളുടെ വിളി കേൾക്കണമേ. നമുക്ക് ഏറ്റവും ആത്മാർത്ഥ അടിച്ച് സ്നേഹിച്ചുകൊണ്ട് കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് കർത്താവേ കടന്നു വരേണമേ. കർത്താവേ അങ്ങയുടെ ദർശനം നൽകണമേ.
ഹൃദയത്തിലേക്ക് വരണമേ. ദർശനം നൽകണമേ. യേശുവേ, കടന്നു വരണമേ. അങ്ങയുടെ ദർശനം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ചില വസ്തുവകകൾ കഴിക്കരുത് എന്ന് പറഞ്ഞുള്ള രോഗികളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ഇറച്ചിയാകാം, ചെമ്മീനാകാം, എന്തെങ്കിലും കഴിച്ചാൽ അപ്പം തന്നെ ശ്വാസം മുട്ടലും നിർത്താത്ത ശ്വാസം മുട്ടലുള്ളവർ ഇപ്പോഴും നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിർത്താത്ത ശ്വാസം മുട്ടലുള്ളവരെ, പൊടി അലർജി, തണുപ്പിൻ്റെ അലർജി, ചൂടിൻ്റെ അലർജി, ഉറക്കമില്ലാത്തവരെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. മാതാവേ, മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തു നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധമായ വരതുകരം നീട്ടണമേ. കർത്താവെ, വിശുദ്ധമായ വരതുകരം കർത്താവെ ഇപ്പോഴും കൃപാസനത്തിൽ പ്രാർത്ഥിക്കുന്നുള്ള മേലും ലോകത്ത് വിവിധമായ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പ്രാർത്ഥിക്കേണ്ട മേൽ, അവിടെ ജീവിതത്തിൻ്റെ അവസ്ഥകളുടെ മേൽ, കുടുംബത്തിൻ്റെ അവസ്ഥകളുടെ മേൽ, അവിടെ ജീവിതത്തിൻ്റെ അവസ്ഥകളുടെ മേൽ, ഭർത്താവ് മരിച്ചുപോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ജീവിത പങ്കാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് മരിച്ചു പോയിട്ട് കടങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ ജീവിക്കണമെന്നറിയാൻ ചത്താമതിയായിരുന്നു എന്ന് വേദനിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണടക്കാൻ പറ്റാത്തവരെ, കണ്ണ് പഴുത്തിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് കടന്നു അങ്ങയുടെ ദർശനം നൽകണമേ. ഈ ലോകത്തിന് ജീവൻ നൽകുന്നവനെ, പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം പ്രായമായതിൻ്റെ പേരിൽ ജോലി കിട്ടാത്തവരെ ഓർക്കുകയാണ്. വെറുതെ ഓർത്തൊന്നുമല്ല കേട്ടോ. നിങ്ങൾ അച്ഛൻ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയരുത്. ചിന്തിക്കുക. കാര്യം ഇപ്പോൾ ഈ അഭിഷേക സമയത്ത് എനിക്ക് തരുന്നതാണ് ഞാൻ പറയണത്. ഇപ്പോഴാണ് ഈശോ പറഞ്ഞത് പ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായിട്ട് അവിടെ പെമ്മക്കളൊന്നും കെട്ടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവിടെ ജോലി പോയി. 10-55 വയസ്സുള്ളവർ, 50 വയസ്സുള്ളവർ, വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ, നമ്മുടെ രാജ്യത്ത് ജോലി നഷ്ടപ്പെട്ടവർ, IT കമ്പനിയിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടവർ, തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് നയതന്ത്രപരമായിട്ട് പറഞ്ഞു പോയിട്ട് പിന്നെ തിരിച്ചെടുക്കാത്തവർ, അവരെവിടെ പോകും, അടുത്ത് ചോദിക്കുമെന്നറിയാൻ വല്ലാതെ വേദനിക്കുന്നവർ, അങ്ങനെ ജോലി മുട്ടി വീട്ടിയിരിക്കുന്നവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ, 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 എനിക്ക് ദർശനം നൽകണമേ. എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്നെ കാണാതെ പോകരുതേ.
ചാൻസിൽ ഉള്ളവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറയുന്നില്ലേ, അവരെയാണ് ഇപ്പോൾ ഈശോ ഓർപ്പിച്ച് തരുന്നത്. ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്. അവർ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. കർത്താവ് നിന്നെ നിലനിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. ഏത് വിധേനയാണെങ്കിലും കർത്താവ് നിലനിർത്തുന്നതിനെ. ചില ടെസ്റ്റുകൾ ഡോക്ടർമാർ നടത്തിയിട്ട് ആ ടെസ്റ്റ് കർത്താവേ ഒരു രോഗവും ഇല്ലെന്ന് പറയണേ എന്ന് എന്നോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പലരും. ഒരു രോഗവും ഇല്ലെന്ന് പറയണേ അച്ഛാ, ഇന്ന് ഇത്രാം തീയതി ടെസ്റ്റാണ്, ഒരു രോഗവുമില്ലെന്ന് പറയണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ചിലർ. അവരെ ഈ സമയത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിക്കുന്നു. അവരെ മാത്രമല്ല, അതുപോലെയുള്ളവർ എന്നെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. ടെസ്റ്റ് കൊടുത്തിരിക്കുന്നവർ, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, അവർക്കും ഈ ആരാധന കഴിയുമ്പോഴേ കർത്താവ് നിന്നോട് പറയും, നിനക്ക് ഒരു രോഗവുമില്ല, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രുതികട്ടെ, കുറച്ച് പേര് ഇവിടെ കണ്ണീരിട്ട് പോയിട്ടുണ്ട്. അവിടെ കല്യാണത്തിന് തടസ്സം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, പിരിയേണ്ടി വരുന്ന അവസ്ഥ, ഒരു കാരണവുമില്ലാതെ പിരിയേണ്ടി വരുന്ന അവസ്ഥ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഒരു കാര്യവുമില്ലാതെ പിരിയുക. കാര്യമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, കർത്താവ് എന്ന് പറയുന്ന വലിയ കാര്യമില്ലാഞ്ഞിട്ടാണ്. ആരോടെങ്കിലുമൊക്കെ വാട്സപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തൽക്കാലത്തേക്ക് ഒരു ചുറ്റിക്കളിയും ചാറ്റിങ്ങൊക്കെ തുടങ്ങുമ്പോൾ നിൻ്റെ പെണ്ണിനേക്കാളും നിൻ്റെ പുരുഷനേക്കാളും നല്ലത് അവനാണെന്ന് തോന്നും. പക്ഷേ രഹസ്യമായ ബന്ധം പുറത്ത് പറയാതെ നീ സൂക്ഷിച്ചിട്ട് നിൻ്റെ ഉപയോഗം കഴിഞ്ഞ ജീവിത പങ്കാളിയെ നീ ഒഴിവാക്കാൻ വേണ്ടി നോക്കണത് നീയല്ല, നിൻ്റെ പിശാചാണ്. ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള, ദൈവത്തെ മറന്നുകൊണ്ടുള്ള പൈശാചിക പ്രവണതകൾ കർത്താവ് ഈ നിമിഷം കർത്താവെ നിർവീര്യമാക്കണമെന്ന് വലിയ സാമ്പത്തിക കടങ്ങളുള്ളപ്പോൾ
ഞാൻ ചോദിക്കും, എന്തെങ്കിലും സ്വാഭാവികമായി പരിഹരിക്കാനുള്ള വല്ല മാർഗമുണ്ടോ? അപ്പോൾ അവരെന്നെ കണ്ണുമിഴിച്ച് നോക്കും, അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വലിയ സാമ്പത്തിക കടവാണ്. അപ്പോൾ സ്വാഭാവികമായി പരിഹരിക്കാൻ വല്ല മാർഗമുണ്ടോ എങ്കിൽ അതിൻ്റെ ഒരു തടസ്സം മാറാൻ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ പറയും, വിൽക്കാനൊന്നും ഇല്ലച്ചാ, ഇനി വാങ്ങിക്കാൻ ആളുമില്ല, അപ്പം ദൈവം മാത്രമേ ഉള്ളൂ. കർത്താവ്, അങ്ങനെയുള്ളവരെല്ലാവരും ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നവരെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മേ, കൈയോടെ അവരെ എടുത്ത് അമ്മ ഈശോയ്ക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നവരെ അമ്മയുടെ വലിയ കൈകൾ, കരുണയുടെ കൈകളെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് അവരുടെ സങ്കടങ്ങളെ ഏറ്റെടുത്ത് പരിഹരിച്ച് അവരെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്ത് സംഭവിക്കുന്ന ഒരു അൾത്താര വേദിയാണിത്. അതായത് അണ്ടമില്ലാത്തവർക്ക് അമ്മ 14 വർഷത്തിന് ശേഷം ഉടമ്പടി എടുക്കുമ്പോൾ അണ്ടം ഉൽപ്പാദിപ്പിച്ച് കൊടുത്ത സാക്ഷ്യം ഈ മാസത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളിലൊന്നാണ്. 14 വർഷം മക്കളില്ലാത്തവർക്ക് ഒറ്റപ്രസവത്തിൽ 3 മക്കളെ ഒരുമിച്ച് കൊടുത്ത സാക്ഷ്യവും ഈ മാസത്തെ നല്ല സാക്ഷ്യങ്ങളിലൊന്നാണ്. അങ്ങനെ വലിയ കാര്യങ്ങൾ അമ്മ നടത്തുന്നവരിടത്ത് കണ്ണീരിട്ട് പോയിട്ടുള്ളവരുണ്ട്. ഈ മാസം ഇനി കണ്ണീരിടാൻ വരുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് തിങ്കളാഴ്ചയായിട്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയായിട്ട് മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരിടാൻ വരുന്നവരുണ്ട്. അവരെല്ലാവരും ഈ ആരാധനയിൽ ഓർക്കുകയാണ്. അമ്മയെ കണ്ണീരോടെ തന്നെ പ്രാർത്ഥിക്കുന്ന അമ്മയെ, ഒരു കുഞ്ഞിനെപ്പോലും അമ്മ വെറും കൈയോടെ വിടത്തില്ലെന്നറിയാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാനായ ആവശ്യമായ പരിശുദ്ധാത്മാവിനെ, അത് കിട്ടുമെന്നുള്ള ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ഈ കണ്ണീരിൻ്റെ കാലത്ത് സന്ധിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കോവിഡ് വന്ന് മരിച്ചുപോയവരെ,
കോവിഡ് വന്നു പോയി കഴിയുമ്പോൾ കുടുംബത്തെ നോക്കിയിരുന്നവൻ, സന്ധിച്ചിരുന്നവൻ, സംരക്ഷിച്ചിരുന്നവൻ കൂടെയില്ല, അല്ലെങ്കിൽ കൂടെയില്ല, അവൾ കൂടെയില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഭാരം നിൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട്, അതെന്നെ കർത്താവ് കാണിക്കുന്നുണ്ട്. നിനക്ക് ആന്തരികമായ സൗഖ്യം നൽകിക്കൊണ്ട് ദൈവഹിതം ഈ രീതിയിൽ നടന്നതിൽ നീ കർത്താവിന് നിന്നെ തന്നെ സമർപ്പിക്കണം. കർത്താവേ, എൻ്റെ ജീവിത പങ്കാളി, ഞാൻ ഒത്തിരിയേറെ വാഹനം ഇടിച്ച് മരിച്ച ആൾക്കാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് തന്നെ പോയ ദിവസങ്ങളുമുണ്ട്. അടക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ അവരോട് പറഞ്ഞത് ഇപ്പം നിങ്ങളോട് പറയുന്നു. കുടുംബത്തിൻ്റെ യഥാർത്ഥ നാഥൻ കർത്താവാണെന്ന് നീ പ്രഖ്യാപിക്കണം. പിന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നിൻ്റെ കർത്താവ് നടത്തിക്കിടക്കുന്നത് നീ കാണും. എനിക്ക് ഒരു പുരോഹിതൻ ജനങ്ങളുടെ ആത്മാവിൻ്റെ കാര്യവും അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങളും ഏറ്റെടുക്കുന്ന ഒരു കർത്താവിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ അത്രയും ഭാരമുള്ളവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിൻ്റെ ശാരീരികമായ ഒരു ആവശ്യം പോലും ആന്തരികമായ അഭിഷേകത്താൽ നിന്നെ നിലനിർത്തുന്ന അനേക അനുഭവങ്ങളായിരിക്കുണ്ട്. കർത്താവ് നിന്നെ സന്ധിക്കും. കർത്താവ് അങ്ങനെയുള്ളവർക്കെല്ലാം ഇപ്പോഴ് ഒരോടും പരോടുമില്ലാതെ വേദനിക്കുന്ന, എന്തിന് വിശ്വസിക്കണം എന്ന് ഞാൻ വിശ്വസിച്ചല്ലോ, എന്നിട്ട് അമ്മ എന്നെ സംരക്ഷിച്ചില്ലല്ലോ എന്ന് വേദനിക്കുന്നവരുണ്ടാവും. അവരെല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ മഴക്കാലങ്ങളിൽ ഒത്തിരി പേരുടെ നെല്ല് പോയിട്ടുണ്ട്. പല മത്സ്യത്തൊഴിലാളികൾക്കും പണിക്ക് പോകാൻ പറ്റാത്തവർക്ക് പട്ടിണിയായി പോയിട്ടുണ്ട്. ഇതാരോടും പറയാൻ പറ്റാത്ത രീതി. പണ്ടൊക്കെ മനുഷ്യനെ പട്ടിണി പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് അഭിമാനിയായ മനുഷ്യനെ അതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആരോടും പറയത്തില്ല. സ്വന്തം ഇടം കളയാനോ ഒരു പരിപാടിക്കും ചത്താരും അവൻ പറയത്തില്ല. അങ്ങനെ സ്വയം ഇരുന്ന് നെരിപ്പോട് പോലെ ഇരിക്കുന്ന മക്കൾ പൊടിയുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം ഇപ്പോഴേ അഭിമാനം കാരണം ആരോടും പറയാനില്ലാത്ത, സ്വന്തം കുഞ്ഞുങ്ങളുടെ മുമ്പിലെ നിസ്സഹായനായി കഴിവില്ലാത്തവനായി നിൽക്കുന്ന അമ്മ, കഴിവില്ലാത്തവളായി നിൽക്കുന്ന അമ്മ, കഴിവില്ലാത്തവനായി നിൽക്കുന്ന അപ്പൻ, അവരുടെ വേദനകളെ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. കർത്താവ്, റബ്ബർ വെട്ട് മാത്രം തൊഴിലുള്ളവരുണ്ട്. അതുപോലെ ഇതൊക്കെ ആ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ നിൽക്കുന്നവരുണ്ട്. അവിടെ കയറാൻ പറ്റാത്തവരുണ്ട്. ശത്രുക്കളെ കയറ്റാത്തവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വന്തം പുരയിടത്തിൽ പോലും കയറാൻ പറ്റാത്തവരുണ്ട്. ഭാഗവടപടി നടക്കാത്തവരുണ്ട്, നടത്തിക്കാത്തവരുണ്ട്. അവിടെ എല്ലാം ഈ നിമിഷം കൃപാസാൽത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താലെ അങ്ങനെ ഉണ്ടാകുന്ന മുഴുവൻ ഭൗതിക ദുരിതങ്ങളെ, ദോഷങ്ങളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വേദനകളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയും പഠിച്ചും അല്ലാതെ മുന്നോട്ട് പോയപ്പോൾ ഇപ്പോഴും പെണ്ണുമില്ല, ജോലിയുമില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. 30-35 വയസ്സായിപ്പോയി, പെണ്ണുമില്ല, ജോലിയുമില്ല, അതുപോലെ തന്നെ ചെറുക്കനുമില്ല, സഹോദരികളുണ്ട്. അങ്ങനെയുള്ള എല്ലാ നൊമ്പരങ്ങളെയും നിങ്ങൾ നോക്കിക്കോ. കർത്താവ് നിങ്ങൾ ഈ ആൾക്കാരെ കൊണ്ടുവരും. കർത്താവ് നിങ്ങളെ ആശീർവദിച്ചുകൊണ്ട്, നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട്, കണ്ണുനീര് ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് നിങ്ങളെ ആൾക്കാരെ കൊണ്ടുവരും. ഏതെങ്കിലും വിഷയത്തെ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, അവരെ ഏറ്റെടുക്കണമേ. ഞാൻ വിട്ടുപോയ വിഷയങ്ങൾ പരിശുദ്ധമേ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് കൊടുക്കണമേ. ആരാധന, സമാപന, ആശീർവാദത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. വിട്ടുപോയ എല്ലാ വിഷയങ്ങളും കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റാത്തവരെ, ഇവിടെ വന്ന് അകപ്പെട്ട് പോയിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോടതിയും കേസുമായി നടക്കുന്നവരെ, സ്വന്തം വക്കീൽ പറ്റിച്ചവരെ, വിശ്വസിച്ച് കേസ് കൊടുത്ത വക്കീൽ പ്രതിഭാഗത്ത് ചേർന്ന് കോടതി വേണ്ട കാര്യങ്ങൾ പറയാതെയും വീണ്ടും തകർച്ചയിലേക്ക് പോയ കുടുംബങ്ങളെ കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശീർവാദത്തിനായി മുട്ടനിക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലൂക്കാ 1:49 പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നു കർത്താവേ. റോമാപുത്രത്തിലൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവാണ് ദൈവം, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരോഗ്യമുള്ള ഈശോ സ്പർശിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ജോഷുവ 3:4 3-ാം അധ്യായം 4-ാം വാക്യം. ഈ വഴിയിലൂടെ പറഞ്ഞേ, ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ആരാണ്? വാഗ്ദാന പേടകം കാണിച്ചു തരുമെന്നാണ്. ഉടമ്പടി എടുക്കുമ്പോൾ, നിബന്ധന പാലിക്കുമ്പോൾ നമ്മൾ തന്നെ വാഗ്ദാന പേടകമായി മാറുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ വഴികൾ ഇപ്പം എന്താ അവിടെ സംഭവിച്ചത്? 6 കോടി കടം എങ്ങനെയാണ് വീട്ടിയത്? കർത്താവ് മാനേജറിനെ ചേഞ്ച് ചെയ്ത് കളഞ്ഞു. അതാണല്ലേ പ്രശ്നം. നമ്മളാരും ചിന്തിക്കാത്തൊരു വഴിയാണത്. ഉടമ്പടി എടുത്ത ഉടനെ ജസ്റ്റ് ക്യാൻസൽഡ്, മാനേജറിനെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഇതിനെ നോഹ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് അവിടെ റീസെറ്റ് ചെയ്യണത്. അയാളോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ പറയണത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഈ പേപ്പർ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി,
നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പുതിയ വഴി തിരിഞ്ഞു വന്നെ കണ്ട വഴി നമ്മുടെ മുമ്പിൽ പുതിയ വഴി. അതാണ് യോശുവ 3:4. നിങ്ങൾ ഇതിനു മുമ്പ് നടക്കാത്ത പുതിയ വഴി. അത് ഭയങ്കര ഹൃദ്യമാണ്. ഇന്നലെ ഇതുപോലൊരു സാക്ഷ്യം ഉണ്ടായി. ഇന്നലത്തെ സാക്ഷ്യം ഇതുപോലെ രസമാണ്. അതായത് 1954 പ്രമാണം ചെയ്ത് കിട്ടിയതാണ് അപ്പൂപ്പനുടെക്കെന്ന്. എന്നിട്ട് അപ്പൻ മകന് കൊടുത്തു സ്ഥലം. അപ്പോൾ ഇപ്പോൾ 66 വർഷമായി. 1954 കിട്ടിയതാണ്. അപ്പന് കൊടുത്തു, അപ്പൻ മകന് കൊടുത്തു. മകൻ്റെ കയ്യിലിരിക്കുന്ന പുരയിടം പ്രമാണം ചെയ്തതുകൊണ്ട് ആർക്ക് പ്രമാണം ചെയ്തത്? അപ്പന് പ്രമാണം ചെയ്ത് കൊടുത്തിരിക്കുന്നത് പ്രമാണമുണ്ട്. പഴയ പ്രമാണമാണ്. നമുക്ക് കാണാം, തിരുവിതാംകൂറിൻ്റെ പോലെയൊക്കെ ഉള്ള പഴയ ശംഖുമുദ്രയൊക്കെ ഉള്ള പ്രമാണമാണ്. അപ്പോൾ ഇത് പോക്കുവരവ് ചെയ്തിട്ടില്ല. ഇപ്പം മകൻ്റെ കയ്യിലിരിക്കുക. പല പ്രാവശ്യം തഹസിൽദാരടുത്തും വില്ലേജ് ഓഫീസ് ചെല്ലുന്നുണ്ടെങ്കിലും ഇത് പോക്കുവരവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയും. കാര്യം എന്താ? അപ്പന് കൊടുത്തതാണ്, പക്ഷേ അപ്പൻ ഇയാൾക്ക് കൊടുത്തതായിട്ട് രേഖയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ വിഷയം വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടനെ സംഭവിക്കണം എന്താണെന്നറിയാമോ? എറണാകുളം ജില്ലയിലുള്ള ബെസ്റ്റ് വില്ലേജ് ഓഫീസറിനെ അമ്മ മാതാവ് അവിടെ പോസ്റ്റ് ചെയ്യും. നമ്മൾ കണ്ണ് നിറഞ്ഞു പോയത് കേട്ട് കഴിഞ്ഞാൽ. അതായത് ഏറ്റവും നല്ല വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് അവാർഡ് കിട്ടിയ ഒരാളെ ജസ്റ്റ് അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പോഴുടനെ ഈ മനുഷ്യൻ ചെന്ന് പറയും, സാറേ എൻ്റെ പ്രമാണം പൊക്കുവരെ ചെയ്തിട്ടില്ല എന്ന് പറയും. ഉടനെ ഈ മനുഷ്യൻ കുറേ കാര്യങ്ങൾ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കും. ഒരു ബന്ധുവില്ല, ആദ്യം വന്ന ആളാണ്, പണ്ട് വന്ന ഈ 10-20 കൊല്ലമായിട്ട് അവിടെ വന്ന വില്ലേജ് ഓഫീസർ പറയും ഇയാളെ പായിക്കും. പക്ഷേ ഈ വില്ലേജ് ഓഫീസർ പറയും ഇതിൻ്റെ ഒരു വഴികൾ പറഞ്ഞു കൊടുക്കും. വഴികൾ പറഞ്ഞു കൊടുത്തിട്ട് പറയും, നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് പുരയിടം തന്നതായിട്ട് എന്തെങ്കിലും രേഖ, പ്രമാണം ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും രേഖ ഉണ്ടോ എന്ന് നോക്കാൻ പറയും. അപ്പോഴമ്മ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഒരു ലൂപ്പ് ഹോൾ പറഞ്ഞു കൊടുക്കും. എന്താണ്? പണ്ടൊരിക്കൽ ഈ പറമ്പ് ഈട് വെച്ചിട്ടുണ്ട്, ഈ സ്ഥലം ഈട് വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി അപ്പൻ ഇയാൾക്ക് കൊടുത്ത പറമ്പ് തന്നെയാണ് ഈട് വെച്ചിരിക്കുന്നത്. അതിന് അപ്പൻ ഒപ്പിട്ടിട്ടുണ്ട്. അത് മറന്നിരിക്കണ കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്വേഷിച്ച് ചെന്നപ്പോഴേ അമ്മ കൂടി സഹായിച്ച് ആ പേപ്പർ എടുത്ത് കൊടുത്തു. ആ പേപ്പർ കൊണ്ടുവന്ന് സാറേ ഇത് പണ്ട് എൻ്റെ അപ്പൻ ഒപ്പിട്ട് തന്നിട്ടുള്ളതാണ്, എനിക്ക് വേണ്ടി ഈ സ്ഥലം ഈട് വെക്കാൻ വേണ്ടി ഒപ്പിട്ട് തന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, വിത്തിൻ നോ ടൈം 24 മണിക്കൂറിനുള്ളിൽ 66 കൊല്ലം നടക്കാത്ത കാര്യം 24 മണിക്കൂറിനുള്ളിൽ ആ മനുഷ്യന് പോക്കുവരവ് ചെയ്ത് കൊടുക്കും. ശ്രുതികട ഹല്ലേലൂയ. കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് യോശുവ 3:4 പറയണത്. എന്താ പറയണത്? ഈ വഴിയിലൂടെ പറഞ്ഞ് ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ആരാണ്? ബാങ്ക് മാനേജറും വില്ലേജ് ഓഫീസറും. പോകേണ്ട വഴി അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ശ്രുതികട്ടെ, ഹൈ അടിച്ചിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഏറ്റു പ്രാർത്ഥിച്ച കർത്താവേ, ഈ കാലങ്ങളിലെ വാഗ്ദാന പേടകത്തിൻ്റെ മാതൃകയിലെ
നിന്നെ വിശ്വസിച്ച് ഉടമ്പടി ചെയ്യുന്ന ഞങ്ങൾക്കായി നീ ഒരുക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങള്, സംഭവ പരമ്പരകള് കേൾക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരിലും വിശ്വസിച്ച് വേഗതയുള്ള വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെയാണ് ഉടമ്പടി എടുക്കുമ്പോഴേ ചികിത്സിക്കുന്ന ഡോക്ടറിനെ പറഞ്ഞ് കോൺഫറൻസിന് വിടുന്നത്. ആ കുഞ്ഞിൻ്റെ പാങ്ക്രിയാസിൻ്റെ അഡിനോയിഡ് പൊട്ടിപ്പോയില്ലേ, അപ്പോൾ മൂത്രം 2 ലിറ്റർ അനുസരിച്ച് പോകുന്നു. കുഞ്ഞിന് 2 മില്ലി പോലും വെള്ളം കൊടുക്കാൻ പറ്റണില്ല. അപ്പോഴിതിന് മരുന്നില്ല, ശരിക്കും മരുന്നില്ല. ഹൗ ടു ട്രീറ്റ് നമുക്കറിയത്തില്ല, ഡോക്ടർമാർക്കും അറിയത്തില്ല. ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഒരു കാര്യം ചെയ്തു. എന്താണ്? ആ ചികിത്സിക്കുന്ന ഡോക്ടറെ പറഞ്ഞ് കോൺഫറൻസിന് വിട്ടു. നമ്മളത് കേട്ടതല്ലേ. കോൺഫറൻസിൽ വെച്ചാണ് മെഡിസിനെക്കുറിച്ച് ഡോക്ടറിന് ഒരു ഐഡിയ കിട്ടുന്നത്. അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നറിയത്തില്ല. മേ ബി ഫസ്റ്റ് ടൈം ഹീസ് അപ്ലൈയിങ് ദാറ്റ്. ഈ ഒരു രോഗത്തിന് വേണ്ടി ഈ എന്താണ് ഒപ്റ്റമോഡൈസ് ആ മരുന്ന് ഉപയോഗിക്കാമെന്ന് ഡോക്ടറിന് ഒരു ആന്തരിക ബോധ്യം കിട്ടുന്നുണ്ട്. അതുപയോഗിക്കുകയും കുഞ്ഞ് സുഖപ്പെടുകയും ചെയ്യും. അതെല്ലാം പുതിയ വഴികളാണ്. ഇതുപോലെ അജ്ഞാതമായ മന്നയാൽ ഞാൻ നിന്നെ ഉടമ്പടിയുടെ കുറേ വാഗ്ദാനങ്ങളുണ്ട്. അതിലൊന്ന് അജ്ഞാതമായ മന്നയാൽ ഞാൻ നിന്നെ തീറ്റിപ്പോറ്റു. ഒന്ന് പറഞ്ഞേ. അത് നിയമാവർത്തനം 8:3 ഇതെല്ലാം വാഗ്ദാനമാണ്. വാക്കിൻ്റെ ഉള്ളിലൊക്കെ ദാനം വെച്ചിരിക്കുക. ഇത് ഈ ബൈബിളിൽ മുഴുവനും വാഗ്ദാനമാണ്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും നിൻ്റെ ഓരോ അവയവത്തിനും ജീവിത സാഹചര്യത്തിനുമുള്ള പരിഹാരത്തിൻ്റെ ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനാണ് വാഗ്ദാനം എന്ന് പറയണത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ ദാനം റിലീസാകും, പുറത്തേക്ക് വരും. അങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണത്. അതിൻ്റെ പ്രോസസ്സ് അതാണ്. വാഗ്ദാനത്തെ നമ്മൾ പ്രാപിക്കും. വാക്കിൻ്റെ ഉള്ളിൽ ദാനമുള്ളതിനാണ് വാഗ്ദാനം എന്ന് പറയണത്. ഇപ്പം എന്നാ പറയണത്? നിയമാവർത്തനം 8:3 എന്നാ പറയണത്? അജ്ഞാതമായ മന്നയാൽ. പറഞ്ഞേ. അജ്ഞാതമായ മന്നയാൽ. അപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത മന്നയാണ്. ഒപ്റ്റമോസൈഡിനെ കുറിച്ച് ഡോക്ടറിന് അറിയത്തില്ലല്ലോ. അജ്ഞാതമായ മന്നയാണത്. ആ കോൺഫറൻസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നും അമ്മയ്ക്കറിയാം. അമ്മ അതുകൊണ്ട് ഡോക്ടറിനെ പതുക്കെ കോൺഫറൻസിലേക്ക് വിട്ടിട്ടാണ് ഈ നിയമാവർത്തനം 8:3 സംഭവിക്കുന്നതിന് മുമ്പ് ഒരു മരുഭൂമി എക്സ്പീരിയൻസ് ഉണ്ട്. അതെപ്പോഴും നമ്മൾ ഈ മരുഭൂമി നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. മരുഭൂമി നിൽക്കുന്നവർ ഇന്നലെ 2 കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അമ്മ മിണ്ടാണ്ട് ഇങ്ങനെ കനച്ച് നിൽക്കുകയാണ്. അതായത് അവൾ എന്നോട് നിശബ്ദമായി ചോദിക്കണത് ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്നാണ്. കാര്യം എന്താണ്? പക്ഷേ എൻ്റെ മനസ്സിൽ അവൾ പറയുമ്പോൾ ഉണ്ടായത് ഇവളെങ്ങനെ ഇനി സർവൈവ് ചെയ്യുമെന്നാണ്. കാര്യം അവൾക്ക് ഭർത്താവിനോട് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ ഭർത്താവ് മരിച്ചുപോയി. അവൾക്ക് ആ 2 കുഞ്ഞുങ്ങൾക്ക് അപ്പനെ നഷ്ടപ്പെട്ടു. അവൾക്ക് സ്നേഹമുള്ള ഒരു സംരക്ഷകനെ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അതായിരുന്നു പ്രശ്നം. എൻ്റെ കുഞ്ഞുങ്ങളെക്കാളുപരി പ്രശ്നം അവളിനെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് തന്നെയായിരുന്നു. കാര്യം അവൾ മരുഭൂമിയിലാണ്. തണൽ മരം നഷ്ടപ്പെട്ടു. എപ്പോഴും ബൈബിൾ മരുഭൂമിയെക്കുറിച്ച് സംസാരിക്കും. എന്താണ്? തണലില്ലാത്ത സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കും. ആരെങ്കിലും മരുഭൂമിയിലായിട്ടുണ്ടെങ്കിൽ അച്ഛനെ കേൾക്കണം, നല്ലതായിരിക്കും.
എന്താ കാര്യം എന്നറിയാമോ? മരുഭൂമി വെച്ചാണ് എല്ലാ സംരക്ഷണവും കിട്ടുന്നത്. നിൻ്റെ തണൽമരങ്ങൾ നാളെ കാലങ്ങളിൽ ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ള തണൽമരങ്ങൾ വെട്ടിമാറ്റപ്പെടുമ്പോൾ ഉണങ്ങാത്തൊരു മരം കർത്താവ് നിനക്ക് മുമ്പിൽ ചൂടി വച്ചിരിക്കും. അത് നീ വിശ്വാസം കൊണ്ട് പ്രാപിക്കണം. എൻ്റെ 32 കൊല്ലത്തെ ശുശ്രൂഷ അനുഭവത്തിൽ നിന്ന് ആണ് ഞാനത് പറയണത്. ഭർത്താക്കന്മാർ മരിച്ചവരും ഭാര്യ മരിച്ചവരും ഞാൻ ഒത്തിരി കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, വെയിറ്റ് ആൻഡ് പ്രേ. കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാന നാടുണ്ട്. ബൈബിളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന വാഗ്ദാന നാടുമായിട്ടാണ്. നിന്നെ സംരക്ഷിക്കാനുള്ളൊരു ഇടമാണത്. പക്ഷെ വാഗ്ദാന നാട് നമ്മൾ പ്രാപിക്കുന്ന മുമ്പ് ഒരു മരുഭൂമിയിലൂടെ ഒരു യാത്രയുണ്ടെന്നാണ് പുറപ്പാട് പുസ്തകം പറയണത്. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുസ്തോത്രം ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അവിടുന്ന് നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നിയമാവർത്തനം 8:3 പറയുന്നുണ്ട്. മരുഭൂമി എന്ന് പറയുന്നത് തണൽ ഇല്ലാത്ത സ്ഥലങ്ങൾ. അവിടെ നിങ്ങളെ മരുഭൂമിയുടെ അയച്ചത് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ചെയ്യിക്കാനാണെന്നാണ് ബൈബിൾ പറയണത്. അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ചത് നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ചെയ്യിക്കാനാണെന്നാണ് ബൈബിൾ പറയണത്. കാര്യം വാഗ്ദാന നാടിന് മുമ്പുള്ളതാണ് മരുഭൂമി. അതിന് നിയമാവർത്തനം 8:2 പറയും. എന്നാ പറയണത്? നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും ഉടമ്പടി തന്നെ സബ്ജക്റ്റാണ്. മരുഭൂമി കാലം വരുമ്പോൾ കടങ്ങളുടെ കാലം, രോഗത്തിൻ്റെ കാലം, ആർക്കും അതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല. ഏത് പർദീസായി ജീവിച്ചാലും നമ്മളവിടെ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പരീക്ഷണങ്ങളിലൂടെ ആയിരിക്കും. ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടല്ലോ. തുടങ്ങിയത് എവിടെയാണ്? ആദ്യം ലവ് ജിഹാദിൻ്റെ ഇരയായതാരാണ്? ഹവ്വയല്ലേ? അല്ലേ? ആ, അവരോടല്ലേ വന്ന് പറഞ്ഞത് ഇതിനേക്കാൾ വലിയ സംഭവങ്ങളുണ്ട്, നിനക്ക് വേണേൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലവ് ജിഹാദിൽ ആദ്യം അകപ്പെട്ടതാരാണ്? ഹവ്വായ. ഈ സാധനമുണ്ട്. ഇപ്പം തന്നെയല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ചില സ്ത്രീകൾ ആര് പറയണത് കേൾക്കാനും തയ്യാറാണ്. അതും വിശുദ്ധ വചനം പറയുന്ന ഒരു വിഷയമാണ്. പൗലോസാണ് പറയണത്. 1 തീമോത്തിലുള്ളതാണ്. പഠിച്ച് മാറ്റുന്നവനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല. അടിക്കപ്പെടുന്നവരുടെ ആധ്യാത്മികത ബൈബിള് സംസാരിക്കുന്നൊരു വിഷയമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രണ്ട് തിമോത്തി 3:7 ചില സ്ത്രീകൾ ആര് പറയണത് കേൾക്കാനും തയ്യാറാണ്. ചില ചാബല്യമുള്ള മനസ്സുകൾ നിത്യതയെ മറന്നുകൊണ്ട് ജഡികമായ താല്പര്യങ്ങൾക്ക്, കണ്ണിൻ്റെ ദുരാശയ്ക്ക് അകപ്പെട്ടു പോകും. കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൻ്റെതല്ലെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? കാറ്റഗിസം ക്ലാസ്സിലാണ്.
സഭ പറഞ്ഞു കൊടുക്കണം, അപ്പൻ പറഞ്ഞു കൊടുക്കണം, അമ്മ പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകം കടന്നു പോകും, അതിൻ്റെ മോഹങ്ങൾ വന്ന്. 1 യോഹന്നാൻ 2:17. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ടെസ്റ്റ് ഇല്ലാത്ത ഒരു കേസില്ല. അതുകൊണ്ട് പറയാം, എന്തുകൊണ്ടാണ് നമ്മൾ പരീക്ഷിക്കപ്പെട്ടത്? എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് മരുഭൂമി വരുന്നത്. അതിനോട് വിശ്വസ്തത പാലിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് കൽപ്പനകളോട് വിശ്വസ്തത പാലിച്ചു കഴിയുമ്പോൾ, അതാണ് ഉടമ്പടിയുടെ 2 ഭാഗങ്ങൾ. എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അതാണ് നിയമാവർത്തന പുസ്തകം 8:2. എന്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു? എന്തിനാണ്? എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഇവിടെയും കൽപ്പനയാണ് വിഷയം, ഉടമ്പടിയാണ് വിഷയം. അപ്പോൾ നമ്മൾ ഉടമ്പടി പാലിച്ചുകൊണ്ട് ഈ മരുഭൂമിയെ തരണം ചെയ്തിട്ട് വാഗ്ദാന നാട്ടിലെത്തും. അപ്പോഴും നമ്മുടെ കഴിവല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നമ്മുടെ കഴിവിലുള്ള വിഷയമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മറന്നു പോകരുത്. ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും, നിത്യജീവൻ ഉൾപ്പെടെ നമ്മുടെ ശേഷിക്കൊന്നും പരിധിയിലുള്ള കാര്യങ്ങളല്ല. പല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു PR കാര്യം പറഞ്ഞില്ലേ, 50 വയസ്സ് ആ ചേച്ചിക്കൊണ്ട് PR കിട്ടാനുള്ള സാധ്യത ഇല്ല. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോഴെങ്ങനെയാണ് സാധ്യത വരണത്? ഒരു ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിടും. എന്താണ്? എന്നിട്ട് ഉദ്യോഗസ്ഥർ ഇവരോട് സംസാരിക്കുകയാണ്, നിങ്ങളുടെ മകനെ എന്താ നാട്ടിൽ നിർത്തിക്കൊണ്ട് മുളപ്പിക്കാൻ ഉദ്ദേശിച്ച എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് പറയും, സാർ നടക്കത്തില്ല. 47ാമത്തെ നിങ്ങൾ തരുന്ന ഷീറ്റിൻ്റെ അകത്ത് 47ാമത്തെ പോയിൻ്റ് ഞാൻ റെഫർ ചെയ്യണമെങ്കിൽ എൻ്റെ മകൻ അംഗവൈകല്യം ഉള്ളവനാണെന്നും അവന് സർവീസ് ചെയ്യണമെങ്കിൽ എൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ട്, ഞാൻ ഒപ്പിട്ട് തരണം. ദാറ്റ് ഈസ് ഫാൾസ്, ദാറ്റ് ഈസ് ലൈ. ഞാനത് ചെയ്യത്തില്ല. അവർ കർത്താവിൻ്റെ വചനത്തിൽ സാക്ഷ്യം വഹിക്കണം, കണ്ടില്ലേ? ഞാനത് ചെയ്യത്തില്ല. പൊന്ന് തരാമെന്ന് പറഞ്ഞാലും ഞാനത് ഒപ്പിട്ട് തരത്തില്ല. കാര്യം അവന് ജോലിയുണ്ട്, അവൻ എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല, അവൻ എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല. ഞാൻ കള്ളത്തരം ചെയ്യത്തില്ല. അവരെന്താ ചെയ്തിരിക്കുന്നത്? അവർ സുവിശേഷത്തിന് സാക്ഷ്യമാണ്. അതാണ് നിയമാവർത്തനം 8:2. എന്തിന് മരുഭൂമി, എന്തിന് PR തടഞ്ഞു? എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. അവരതിൽ വിജയിച്ചു. കൈയിടിച്ച് കർത്താൻ കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അപ്പോൾ എംബസിയുടെ സൈറ്റിലൂടെ അല്ലാതെ വേറെ ഒരു പേഴ്സണൽ സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ പുട്ട് ഫോർത്ത് ചെയ്യുമ്പോൾ ഈ ഫോർമാറ്റ് പൂരിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ലൂപ്പ് ഹോൾ തന്നെ വഴി കണ്ടില്ലേ? അജ്ഞാതമായ വഴി. ഇതിനു മുമ്പ് നിങ്ങൾ നടക്കാത്ത വഴിയിലൂടെ ഞാൻ നിങ്ങളെ നടത്തുമെന്ന് പറയണില്ലേ? അവർ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറായപ്പോൾ, നിബന്ധനകൾ പാലിച്ചപ്പോൾ, വാഗ്ദാനങ്ങൾ വിശ്വസ്തത പാലിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പാപം ചെയ്യാതെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. എംബസിയുടെ സൈറ്റിലൂടെ അല്ലാതെ ആ സഹോദരൻ്റെ, ആ സാറിൻ്റെ പേഴ്സണൽ സൈറ്റിലൂടെ, ഇമെയിലിലൂടെ ആപ്ലിക്കേഷൻ ഫോർത്ത് ചെയ്യാൻ പറയും. അപ്പോഴീ 49ാമത്തെ വിഷയത്തിൽ നമുക്ക് ഒപ്പരേണ്ട കാര്യം ഇല്ല. പുതിയ വഴി തന്നെ. നിങ്ങൾ ഇതിനു മുമ്പ് നടക്കാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ നടത്തുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം ഉടമ്പടിയിലൂടെ പാലിക്കുന്നു. കൈ അടിച്ച് കർത്താവിന് ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതെല്ലാം വാഗ്ദാനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും ദൈവം വാക്കിൽ ദാനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീ കൽപ്പന പാലിച്ച് വാഗ്ദാനം വിശ്വസ്തനായി കഴിയുമ്പോൾ ഈ ദാനം റിലീസ് ചെയ്ത് നിനക്ക് തരൂ. അതാണ് എല്ലാ ഉടമ്പടിയുടെ പ്രത്യേകതയെന്ന്. അതുകൊണ്ടാണ് ഇപ്പം 40 ലക്ഷം കടമുണ്ട്, 7 ലക്ഷം പലിശയാണ്. കടം കിട്ടാൻ നിവർത്തിയില്ല. ആ പലിശയിൽ കൊടുക്കാതെ വഴി കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ കർത്താവ് എന്താ ചെയ്തിരിക്കേണ്ടത്? ഭർത്താവിന് കുറച്ചുകൂടി മെച്ചമായ ശമ്പളം കൊടുത്തിട്ട് ഇവൾക്ക് വേറെ ജോലി കൊടുക്കും. ഇപ്പോൾ ഓക്കെയായി. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും അധ്വാനിക്കാത്ത കൃഷിഭൂമിയും ഞാൻ നിങ്ങൾക്ക് അവകാശിയാക്കുമെന്ന് വരെ വാഗ്ദാനങ്ങളുണ്ട്. എല്ലാം ജോഷുവയിലുള്ളത്. വാഗ്ദാന പേടകം കയ്യേറ്റി മേടിക്കുമ്പോൾ ജോഷുവ കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ്. ജോഷുവ 24 ശ്രുതികട ഹല്ലേലൂയ. ജോഷുവ 24:13. ജോഷുവ 24:13. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി സാക്ഷാത്കരിക്കുന്ന ഐതിഹാസികമായ വചന വിജയവീഥികളിലൂടെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞങ്ങളും ഈ ധ്യാനം എവിടെയെല്ലാം ഈ ആരാധന ആരെല്ലാം പങ്കെടുക്കുന്നുവോ അവരെല്ലാം അജ്ഞാതമായ വഴികളെ തെളിച്ചു കിട്ടേ. കർത്താവേ, നിന്റെ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, അത്ഭുതങ്ങള് അടയാളങ്ങള് കാണിക്കുവാൻ തക്കവിധം ജോഷുവ 3:5 പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിലെ ഉടമ്പടി പ്രകാരം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവേ, നിന്റെ അത്ഭുതങ്ങള്, നിന്റെ കരബലങ്ങള് പ്രബലമാകാൻ പശ്ചാത്താപത്തിന്റെ അരുവിയാൽ ഞങ്ങളെ ആ താപത്തിലേക്ക് അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ജോഷുവ 5:3. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. കൈ ശരീരത്തിൽ വെച്ചുള്ള ദൈവനാമത്തിലെ കൈ രോഗാതുരമായ ശരീരത്തിലെ വെച്ചുള്ള കൈവെപ്പ് പ്രാർത്ഥനയാണ്. അനേകം പേർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എവിടെയെല്ലാമുള്ള ഏതെല്ലാം നാടുകളിലും വീടുകളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ രോഗാതുരമായ നിൻ്റെ ശരീരത്തിൽ യേശുനാമത്തിൽ കൈവച്ച് ഈ ആരാധനയിൽ പങ്കെടുത്ത് സൗഖ്യം പ്രാപിക്കാവുന്നതാണ്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കട്ടെ. ഗർഭാശയ സിസ്റ്റുള്ളവർ, രക്തസ്രാവക്കാരികൾ, അർസസ് രോഗമുള്ളവർ, പിസ്റ്റുല രോഗികൾ, PCOD ഫിഷ രോഗികളൊക്കെ ഉദരത്തിലും അടിവയറ്റിലും കൈവെക്കട്ടെ. ശ്വാസകോശ രോഗികൾ, ശ്വാസം മുട്ടൽ ആസ്മയുള്ളവർ, വലിവ് രോഗികൾ ശ്വാസകോശത്തിൽ നെഞ്ചിൽ കൈവെക്കട്ടെ.
ഹൃദയരോഗികൾ, കരൾ രോഗികൾ, പങ്ക്രിയാസിൻ്റെ അസുഖമുള്ളവരെല്ലാം നെഞ്ചും കൂടിനെ താഴെ കൈവെക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസ് രോഗികൾ കഴുത്തിനും പിൻകഴുത്തിനും കൈവെക്കട്ടെ. ശിരസ് സംബന്ധമായ രോഗങ്ങൾ, കേൾക്കാൻ പാടില്ലാത്തവർ, കാണാൻ പാടില്ലാത്തവർ, സംസാരിക്കാൻ പറ്റാത്തവർ, തലവേദന മാറാത്ത തലവേദനയുള്ളവർ, തലച്ചോറിൽ രക്തം കട്ടപ്പിടിച്ചിരിക്കുന്നവർ ഒക്കെ ശിരസ്സിൽ കൈവെക്കട്ടെ. ശരീരം ആസകലം പല പല രോഗങ്ങളുള്ളവർ കൈ സ്വസ്തികയായിട്ട് കൈ പൊതിഞ്ഞു കെട്ടി നെഞ്ചത്ത് വെച്ച് പൂർണ്ണമായിട്ട് കർത്താവിനെ അടിമുടി ഏൽപ്പിക്കട്ടെ. വാതരോഗികൾ, പലതരത്തിലുള്ള അലർജി രോഗികൾ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, വിസർപ്പത്തിൻ്റെ രോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, ആന്തരിക നീർവീക്കമുള്ളവരൊക്കെ കൈ പൊതിഞ്ഞു കെട്ടി അടിമുടി കർത്താവിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേൽപ്പിക്കട്ടെ. സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. കിഡ്നി രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ, നിൻ്റെ കൈ നീട്ടണമേ, നിൻ്റെ കൈ നീട്ടണമേ. നിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ, നിൻ്റെ കൈ നീട്ടണമേ. അപ്പാ, നിൻ്റെ കൈ നീട്ടണമേ. അപ്പാ, നിൻ്റെ കൈ നീട്ടണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അപ്പാ, കൈ നീട്ടണമേ. അപ്പാ, കൈ നീട്ടണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ, അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങേ പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ യേശു നാമത്തിൽ, യേശു നാമത്തിൽ മാരക രോഗികൾ, തീരവേദികൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, കൈ വിടർത്തി വെക്കുക. അച്ഛനെ പോലെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. അത് പരിശുദ്ധ അമ്മ വഴി ഈശോയെ കേൾപ്പിക്കണമെന്ന് പറയണം. പരീക്ഷ എഴുതാൻ പോകുന്നവരെ ഇപ്പോഴും അച്ഛൻ സമർപ്പിക്കാൻ പോകുന്നു. അത് എല്ലാ പരീക്ഷയും, ബോർഡ് എക്സാമിനേഷൻ ഉൾപ്പെടെ റിവിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ, നമുക്ക് മക്കളെ കർത്താവിനെ ഏൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു നിരാശയും വേണ്ട. കുഞ്ഞുങ്ങളുടെ കഴിവുകേടിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ കഴിവിനെ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കരബലത്തെക്കുറിച്ച് ചിന്തിക്കുക. കുഞ്ഞുങ്ങളുടെ കഴിവുകേടിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. അവരെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കരബലത്തെക്കുറിച്ച് ചിന്തിക്കുക. ചെങ്കടൽ പിളർത്തി മരുഭൂമിയുടെ നയിച്ച് ജോർദാൻ വറ്റിച്ചുകൊണ്ട് വാഗ്ദാന നാട് പ്രാപിച്ച പിതാവിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പാ, ഞങ്ങൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസ്സിൽ കൈകൾ വെക്കണമേ അപ്പാ. ബുദ്ധി കുറഞ്ഞുള്ള കുഞ്ഞുങ്ങളുണ്ട്, പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം അപ്പാ അങ്ങയുടെ വിശുദ്ധമായ വലത്തുകരം അവിടെ ശിരസ്സിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്ക് ഉടമ്പടി പാലിക്കുവാനുള്ള കൃപയും ശക്തിയും ഓരോ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള നൈപുണ്യ പരീക്ഷകൾ എഴുതുന്നവരെ,
IELTS പോലെ MOH, HAD, OET പോലെയുള്ള നൈപുണ്യ പരീക്ഷകൾ എഴുതുന്നവരെ അവിടെ കഴിവ് കൊണ്ടല്ലപ്പാ, അങ്ങനെ കൃപ കൊണ്ട് അവർക്ക് ബുദ്ധി കൊടുക്കണമേ. അവിടെ ക്വസ്റ്റ്യൻസ്, അവിടെ എഴുത്തുകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അവരുടെ ഫോണറ്റിക്സ് എല്ലാം അപ്പം പരിശോധിക്കണമേ. അതിൻ്റെ പോരായ്മകളെ പരിഹരിക്കണമേ. അവിടെ കഴിവ് കൊണ്ടല്ലപ്പാ, അങ്ങ് പുത്രനായി യേശു ക്രിസ്തു അവൻ്റെ തിരുമരണത്താൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ നേടിയെടുത്ത കഴിവ് കൊണ്ട്, അതിൻ്റെ കൃപയുടെ കഴിവ് കൊണ്ട് അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മദ്യപാന ആസക്തികൾ തകർന്ന കുടുംബങ്ങൾ, സമാധാനമില്ലാതെ വിട്ടുപോയ കുടുംബങ്ങൾ, ഡൈവേഴ്സിന് കർത്താവെ വിചാരണ നേരിടുന്ന കുടുംബങ്ങൾ, അകന്നുപോയ മാതാപിതാക്കന്മാർ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, സാമ്പത്തിക തകർച്ച വന്നുപോയവരെ, സാമ്പത്തിക കടങ്ങൾ വിഷമിക്കുന്നവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവർ, മക്കൾ ഇല്ലാത്തവർ, പലതരത്തിലുള്ള വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ഈശോ ജോലിക്ക് പ്രൊമോഷൻ ഇല്ലാത്തവർ, കടങ്ങൾ പരിഹരിക്കാൻ മാർഗമില്ലാത്തവർ, ഈശോ വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, പലതരത്തിൽ വേദനിക്കുന്നവർ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ആരെല്ലാമാണോ ആയിരങ്ങൾ ചെയ്ത ഉടമ്പടിയുടെ മേൽ ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധാത്മാവ് നിറങ്ങി വസിക്കട്ടെ. യോർദാൻ വറ്റിച്ച വാഗ്ദാന പേടകമേ, യേശുവിൻ്റെ ആത്മാവേ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യോർദാൻ വറ്റിച്ച യേശുവിൻ്റെ ചൈതന്യമേ, പരിശുദ്ധ അമ്മയുടെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി വസിച്ച അത്യുന്നതന്റെ ശക്തിയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ ജീവിത ദുരിതങ്ങള് മാറിപ്പോകട്ടെ, ജീവിത തടസ്സങ്ങള് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയം. നേർച്ച വസ്തുക്കൾ എടുത്തിട്ട് മൗനമായി പ്രാർത്ഥിക്കുക. വെഞ്ചരിക്കാനുള്ള നേർച്ച വസ്തുക്കൾ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ആശീർവാദം ലഭിക്കുന്ന ദൈവനിമിഷമാണ്. ഈ ആശീർവാദത്തിലൂടെ കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വീണ്ടും ഇടപെടാനുള്ള സമയമാണ്. ഡേറ്റിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏതെങ്കിലും ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഡേറ്റിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിൻ്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ നീ സമയം കുറിച്ചുകൊണ്ട് ആ സമയം പരിശുദ്ധ അമ്മ വഴി അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുക. നിൻ്റെ മകളുടെ കല്യാണമാകാം, അതിൻ്റെ തീയതി നീ നിശ്ചയിക്കുക. നീ മക്കളില്ലാത്തവരാണെങ്കിൽ മക്കളെ കിട്ടാനുള്ള തീയതി നീ നിശ്ചയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അകാത്ത സമയമാക്കിയെടുക്കാൻ അമ്മയാണ് മധ്യസ്ഥത്തിൻ്റെ ദൈവസംവിധാനമെന്ന് അറിഞ്ഞുകൊണ്ട് നീ പരമദിവ്യകാരുണ്യത്തിന് നിൻ്റെ സമയങ്ങളെ സമർപ്പിക്കുക. ലോകം മുഴുവൻ നാടുകളിൽ ഇരുന്നു കൊണ്ട്, വീടുകളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ അവിടെ സമയത്തെ ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ആരാധനയുടെ നിമിഷങ്ങളിൽ ഈശോയ്ക്ക് സമയം സമർപ്പിക്കുക. ജോലി സമയം, നാട്ടിലോട്ട് പോരുന്ന സമയം, ജോലി തിരക്കിപ്പോകുന്ന സമയം, ഇൻ്റർവ്യൂ സമയം, കോടതി സമയം, സ്ഥലം അളവ്, സ്ഥലം ഉടമ്പടി, ബാങ്ക് ലോൺ, നിൻ്റെ പ്രാർത്ഥനാ സമയങ്ങൾ വേറെ തരത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സംരക്ഷണത്തിനായി നിൻ്റെ ദിവ്യകുർബാന സമയം, നിൻ്റെ കുടുംബ പ്രാർത്ഥനാ സമയം, നിൻ്റെ ഉടമ്പടി പ്രാർത്ഥനാ സമയം എല്ലാം പരിശുദ്ധ അമ്മ വഴി സമയ സംരക്ഷണത്തിനായി ഈശോയ്ക്ക് സമർപ്പിക്കുക. അതെല്ലാം വിഷയങ്ങൾക്ക് സമയമുണ്ടോ ആ സമയങ്ങളെല്ലാം സമർപ്പിക്കുക.
മൊബൈലിൽ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. നിങ്ങളെ ഇപ്പോഴേ പ്രാർത്ഥന ആവശ്യം മൊബൈലിൽ സമർപ്പിച്ചുകൊണ്ട് സമയത്ത് സമർപ്പിക്കുക. ഡേറ്റ് ആൻഡ് ടൈം. സഭാപന ആശീർവാദം സ്വീകരിക്കാൻ പോകുന്നു. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശോ നമ്മളെ ആശീർവദിക്കുകയാണ്. ഈശോയുടെ സ്നേഹം ശക്തിയായി വ്യാപരിക്കുന്ന നിമിഷത്തിൽ ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. യേശുവേ, ഈശോ നമ്മളെ ആശീർവദിക്കുകയാണ് പ്രിയമുള്ളവരെ. യേശുവേ, ഈശോ നമ്മളെ അനുഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ. ഈശോയെ, ഈശോയെ, യേശുവേ, യേശുവേ, ഈശോയുടെ സ്നേഹം ശക്തിയായി വ്യാപരിക്കുകയാണ് ഈ നിമിഷത്തിൽ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ 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 ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി പറയുന്നു ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ